ഇത് അച്ഛൻ്റെ പിറന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ അച്ഛനെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി ഇത് പിറന്നാൾ ദിവസം ആയതുകൊണ്ട് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാൻ റെഡി ആവുന്നതാണ്. പക്ഷേ ഇല്ലെങ്കിലും എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നൊരു റൊട്ടീനാണ് അച്ഛനെ റെഡിയാക്കുന്നത്. കാരണം ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ആളിങ്ങനെ വീട്ടിലാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കാൻ പോകുന്നത് അല്ലാണ്ട് പുറത്തേക്ക് പോകുന്നത് വളരെ കുറവാണ്. ഇടയ്ക്കൊക്കെ അത്യാവശ്യം അടുത്തിടങ്ങളിൽ ഇതുപോലെ അമ്പലത്തിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്ന് പിറന്നാൾ ദിവസമല്ലേ, 62ാമത്തെ പിറന്നാളാണ് അച്ഛൻ്റേത്. പിറന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. നമ്മുടെ വീഡിയോ വരുന്നത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ കരുതി അത് വീഡിയോ എടുത്തിട്ട് കുറച്ചാണെങ്കിൽ അത് ഇട്ടേക്കാം ചാനലിൽ. മുന്നോട്ട് നമുക്കിതൊക്കെ ഒരു ഓർമ്മകളാണല്ലോ. എല്ലാ കാര്യങ്ങളും മെമ്മറീസാണ്. കുറച്ച് ഇപ്പോൾ ചെയ്യുന്ന കാര്യം നാളെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് ചാനലിൽ കിടക്കട്ടെ, എനിക്ക് പുറകോട്ടൊന്ന് എടുത്ത് നോക്കണം എന്ന് തോന്നുമ്പോൾ കാണാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ശേഷം ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്തു. ഓട്ടോ വന്നു. ഓട്ടോയ്ക്കാണ് പോയത്. ഓട്ടോയിൽ കയറി ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അച്ഛന് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ കയറുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നു. ശരിക്കും പുള്ളിക്ക് വലിയ സന്തോഷമായി ഞാനിങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോയത്. എന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ കഞ്ഞിയുണ്ട്. എല്ലാ ദിവസവും അവിടെ കഞ്ഞിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞി കുടിച്ചു. ഞങ്ങൾ ആസ്വദിച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു. മാത്രമല്ല അച്ഛന് പരിചയമുള്ള കുറേ ആളുകളെ കാണാൻ പറ്റി. കാരണം എപ്പോഴും പുറത്തിറങ്ങാത്തതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ അവിടെ അമ്പലത്തിൽ ചെന്ന സമയത്ത് അവിടെയൊക്കെ ഉള്ള കുറേ ആളുകളെ കണ്ട് അവരോടൊക്കെ ഒന്ന് സംസാരിച്ചപ്പോൾ ആളിന് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതിൻ്റെ ഒരു പ്രകാശം ആ മുഖത്തുണ്ടായിരുന്നു. നമുക്കിതൊക്കെയാണല്ലോ ചെയ്യാൻ പറ്റുന്നത്. വലിയ വലിയ കാര്യം ചെയ്യുന്നതിലല്ല കാര്യം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവരെ സന്തോഷിപ്പിക്കുക. കാരണം നമുക്ക് ആകെയുള്ള സ്വത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാരാണ്. നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ നമുക്കതിൻ്റെ ഒരു വില അല്ലെങ്കിലും അറിയാം. എങ്കിലും പറയുകയാണ്, കൂടെ ഉള്ളപ്പോൾ ചേർത്ത് പിടിക്കാൻ പറ്റണം നമുക്ക്, അല്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ ക്ഷീണമുണ്ട് കേട്ടോ. നല്ല പനിയായിരുന്നു. അതിന് ശേഷം വന്നിട്ട് ഞാൻ ഫുള്ള് കിടപ്പായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ നല്ല പനിയൊക്കെ പിടിച്ചതാണ്. നമ്മുടെ വീടിനടുത്തുള്ള അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത്. പണ്ട് എവിടെ ഉത്സവം ഉണ്ടെങ്കിലും അവിടെ എല്ലാം പോയി എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛനെ. മേളം ചെയ്യുമായിരുന്നു അമ്പലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ആളെപ്പോഴും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതാണ്, ലൈഫ് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആണ്. എപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ.